തെമ്മാടിത്തരം കളിച്ചിട്ട് ഈ സമുദായത്തിനെ പറയിപ്പിക്കുന്ന ചില ചെറുപ്പക്കാർ. നമ്മൾ പിന്നെ അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് നമ്മൾ സഹിക്കേണ്ടി വരും. കാരണം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒന്നോർക്കേണ്ടത്, ഇങ്ങനെ വൃത്തികേട് ഉണ്ടാവുമ്പോൾ ആ കുടുംബത്തിൽ ഒരു സാലിഹായ മക്കൾ പോലും ജനിക്കാൻ സാധ്യതയില്ല. നമ്മൾ ഖിയാമത്ത് നാൾ വരെ അവർ കഷ്ടപ്പെടേണ്ടി വരും. എന്ത് പറഞ്ഞിട്ടും അത് കേൾക്കാത്ത ഒരവസ്ഥ. അതുകൊണ്ട് പുതിയാപ്പിളിനോട് പറയാണ്, പുതിയാപ്പിളിന്റെ കൂട്ടുകാരോട് പറയാണ്, മാലിക് ദിനാർ വലിയ ജമാഅത്ത് പള്ളി ഇതിന് കർശനമായി നടപടിയെടുക്കും വൃത്തികേട് കാണിച്ചാൽ. വിവാഹത്തിന് അനിസ്ലാമികമോ പാടില്ലാത്തതോ ആയ പ്രവർത്തനങ്ങൾ നടത്തിയാൽ നിർബന്ധമായിട്ട് കർശന നടപടിയെടുക്കും. അത് പുതിയാപ്പിളന്റെ കുടുംബം അനുഭവിക്കേണ്ടി വരും. അതിന് പഞ്ചായത്ത് അറിയാമെന്നാലും വന്നിട്ട് കാര്യം ഉണ്ടാവില്ല. ഒന്നത്. രണ്ടാമത്തെ, എനിക്ക് ആലമ്പാടിക്കാരോട് പറയാനുള്ളത്, വൃത്തികേടായിട്ട് അവിടേക്ക് വന്നാൽ പിന്നെ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളാണ്. ഒരു മണിക്കോ 2 മണിക്കൊക്കെ പുതിയാപ്പിള വന്ന് ധൈര്യമായിട്ട് പറയണം എന്റെ പുരക്കാരുണ്ടാവും. അങ്ങനെ 2 വാപ്പാര് പറഞ്ഞാല് നമ്മുടെ സമുദായം നന്നാവും. 1 മണിക്കൊക്കെ വരെയാണ് ഒരു 10 മണി 11 മണിക്ക് വരണം. അതിന് മുമ്പ് 1 മണി 2 മണിക്കൊക്കെ തോന്നിയാസായിട്ട് വന്നാൽ എന്റെ പുരക്കാരുടെ പിന്നെ വന്നോണ്ടെന്ന് അറിയുമ്പോ മക്കൾക്ക് വേറെ പുതിയാപ്പിളൊക്കെ പഠിച്ചവർക്ക് തരും. അപ്പൊ നന്നായിട്ട് കുടുംബത്തിലോ മഹലിലാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക. അങ്ങനെ വല്ല വൃത്തികളിലും വന്നാൽ ഒന്ന് ഞങ്ങളെ വിവരം അറിയിക്കണം. അതുകൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്താണ്. അതുകൊണ്ട് പുതിയാപ്പിളായാലും പുതിയാപ്പിളിന്റെ കുടുംബമായാലും അവന്റെ ഫാൻസ് ആയാലും വളരെ നല്ല നിലക്ക് നിക്കാഹ് നടന്നു പോയി അതിന്റെ പിന്നിലുള്ള കർമ്മങ്ങളൊക്കെ നടക്കണം. പുതിയാപ്പിള പോകണം, അതിന്റെ സമയത്ത് പോകണം, നല്ല നിലക്ക് ഭക്ഷണം കഴിക്കണം, തിരിച്ചു പോരണം. അതൊക്കെ റാഹത്തിലാവണം. അള്ളാഹു അങ്ങനെ ആക്കി തരും.